സമയം 8:30. നല്ല കുളിർക്കാറ്റ്, മനുഷ്യൻ്റെ ശരീരത്താവശ്യമായ കാറ്റ്, തണുപ്പ്, മഞ്ഞ്. ഇത് പിന്നെ 8:30 ഇറങ്ങിയതാണ് സൂര്യൻ. ഇത് കണ്ടോ, നല്ല ഇപ്പം നല്ല ചൂടായി. ഇതേ ചൂട് ഇത് ഞാൻ സോറിയാസിസുകാർക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അവിടെ നിന്ന് കളിച്ചോ കേട്ടോ, അങ്ങോട്ട് പോകല്ലോ കേട്ടോ. ഇത് പിന്നെ സോറിയാസിസുകാർക്ക് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. സോറിയാസിസുകാർക്ക് വേണ്ടിയിട്ട്. കാരണം സോറിയാസുകാർക്ക് മരുന്നുകൾ, ചികിത്സാ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നിങ്ങൾ ശരീരത്ത് ചൊറിച്ചിലോ പുണ്ണോ കളർ മാറ്റങ്ങളോ നമ്മുടെ ത്വക്കിന് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എല്ലാം സോറിയസിസ് ആണെന്ന് വിചാരിക്കരുത്. ഞാൻ സോറിയസിസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ത്വക്ക് രോഗിയായി മാറി എന്നുള്ളൊരു വിശ്വാസവും അരുത്. കാരണം സ്കിന്നിലുണ്ടാകുന്ന നമ്മുടെ ദിനങ്ങളിൽ നമ്മൾ ചെയ്തു വരുന്ന ആ ചിട്ടകളിൽ മാറ്റങ്ങൾ വന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെയുണ്ട്, നമുക്ക് ഒരു പ്രകൃതിയുമായി നമ്മുടെ ശരീരത്ത് ഒരു വായുവിലൂടെ മാത്രമല്ല, പ്രകൃതിനെ നമുക്ക് ആവരണം ചെയ്യുന്ന, നമ്മൾക്ക് ചുറ്റും ഒരു ആവരണമുണ്ട്. കാരണം കിരണങ്ങൾ, ആ കിരണങ്ങളിലേക്കാൻ നമ്മുടെ ത്വക്കിന് കഴിയാതെ വരുമ്പോൾ അത് ഒരു ത്വക്ക് രോഗത്തിന് കാരണമാകും. ആ കാരണമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എന്ന് വെച്ചാൽ, നിങ്ങൾ ഫാനിൻ്റെ കീഴെ തണുപ്പ് ഒരു കാരണവശാലും അങ്ങനെയുള്ളവർ കിടക്കരുത്. ഒരു കാരണവശാലും AC റൂം ഉപയോഗിക്കരുത്. പിന്നെ നല്ലോണം രാവിലെ ഉണർന്ന് പുറത്തിറങ്ങി നല്ലോണം അധ്വാനിക്കണം. ഒന്നെങ്കിൽ എന്തെങ്കിലും ചെയ്തോണോ, എന്തെങ്കിലും വെച്ചാൽ ജോലിയൊന്നും ഇല്ലാതെ ശരീരം അനങ്ങാതെ വെറുതെ കുത്തിയിരുന്നേച്ച് കുറേ തീറ്റ തിന്ന് ഫാസ്റ്റ് ഫുഡും തിന്നേച്ചിരുന്ന് കഴിഞ്ഞാൽ രോഗം വരും. അതിനകത്തൊന്നും ചികിത്സയൊന്നുമില്ല, അതിനൊന്നും ചികിത്സയില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളാണ് കാരണക്കാർ. അതിനകത്ത് നീക്കം ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നമ്മുടെ ശരീരം സ്വന്തമായി സംരക്ഷിക്കേണ്ട കടമ നമ്മുടെ. അത് ഡോക്ടർമാർക്കോ കൂട്ടാളികൾക്കൊന്നും ഒരു പങ്കുമില്ല. അപ്പം ചെയ്യേണ്ടത് നന്നായി നല്ലോണം അധ്വാനിച്ച് വേർപ്പിക്കുക. വേർപ്പിച്ച് കഴിയുമ്പോൾ വേർപ്പ് അപ്പാടും പോയിട്ട് പച്ചവെള്ളത്തിൽ മുങ്ങി കുളിക്കരുത്. നല്ല ചൂടുവെള്ളം ഉണ്ടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൽ നന്നായി കുളിക്കുക. മനസ്സിലാവുന്നുണ്ട്? ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോൾ ആ വേർപ്പിൽ പുറത്തേക്ക് വരുന്ന പിന്നെ അണുക്കളാണ് വേർപ്പിലുണ്ടാകുന്നത്. ആ അണുക്കൾ നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകി കളയുമ്പോൾ പിന്നെ രോമക്കുത്തുകളിലുണ്ടാകുന്ന അണുക്കളും പോകും. അവിടിൻ്റെ ആ ഭാഗത്ത് വരുന്ന രോഗാണുക്കളെല്ലാം പോയി. മാത്രമല്ല, ഈ രോഗാണുക്കൾ കഴുകി കളയുമ്പോൾ എന്ന് വെച്ചാൽ ഈ ചൂടിലും ഇത് എന്നേക്കുമായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അത് ബാക്കി വരില്ല. താഴോട്ട് വീഴുന്നതും നമ്മുടെ ശരീരത്തിൽ നിന്ന് ഒഴുകി വീഴുന്നതൊന്നും പിന്നെ അണുക്കൾ ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പറയാൻ കാരണം. അപ്പം വേർപ്പിക്കാതെ നമ്മുടെ ശരീരം വേർക്കാതെ അത് മുഴുവനും അടിഞ്ഞുകൂടുന്ന, കാരണം വേർത്ത് കഴിയുന്നത് നമ്മളെ ശരീരം വേർക്കുന്നത് എന്തിനാണെന്നറിയാവോ? അത് മലം മൂത്രം എന്ന പോലെ കഫം എന്ന പോലെ ദുഷിച്ച് അതൊരു പുറത്തേക്ക് പോകുന്ന വിസർജനമാണ്, മാലിന്യമാണത് പോകുന്നത്. ആ മാലിന്യം വീണ്ടും നമ്മൾ ഫാനിൻ്റെ കീഴെ ഇരുന്ന് AC ഇരുന്ന് വെറുതെ ഇരുന്ന് കുത്തിയിരുന്ന് തണുപ്പിച്ചേച്ച് അത് വീണ്ടും തണുത്ത വെള്ളത്തിൽ കുളിച്ചേച്ച് വീണ്ടും നമ്മുടെ ത്വക്കിലേക്ക് അങ്ങ് കൊടുക്കണം. അധികം പേരും അങ്ങനെയാണ്. ചെറിയൊരു ചൂടേക്കുമ്പോൾ വെള്ളത്തിലേക്ക് പോയി മുങ്ങി കുളിച്ച് അത് ശരീരം ഒന്ന് തണുപ്പിക്കും. അന്നേരം എന്ന് വെച്ചാൽ അത് പുറത്തേക്ക് പോകാനിരിക്കുന്ന മാലിന്യം വീണ്ടും അകത്തേക്ക് തന്നെ ഇരിക്കും. അവിടെ ഇതിന് പോകാതെ വരുമ്പോൾ അത് വ്രണമായി മാറും, പഴുക്കും. കാരണം അതിനകത്ത് തൊലീൻ്റെ എന്നുവെച്ചാൽ സ്കിന്നിൻ്റെ അടിയിൽ മാംസപേശികളിൽ അടുക്കുകളായിരിക്കുന്ന മാംസവും പിന്നെ ചെറിയ ഞരമ്പുകൾക്കും ബലഹീനത വന്ന് രക്തോട്ടം ഇല്ലാതെ വന്ന് അവിടെ വ്രണമായി അണുബാധ കയറി ബാക്ടീരിയ പ്രവർത്തിച്ച് അങ്ങനെയാണ് നമുക്ക് സോറിയാസിസ് എന്ന് പറഞ്ഞ
രോഗത്തിൻ്റെ പേര് കൊടുത്ത്, സോറിയസിസ് എന്നൊരു പേരും കൊടുത്ത് അത് നമ്മൾ സ്കിന്ന് ത്വക്ക് രോഗിയായി മാറുന്നത്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് ഉണ്ടാകാതിരിക്കാൻ രാവിലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പ്രഭാതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതുതന്നെ നമ്മൾ പ്രഭാതത്തിൽ കഴിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ചിട്ടയോടെ ഭക്ഷണം കഴിക്കുക. കാരണം വീട്ടിൽ പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടുവന്ന ചപ്പാത്തിയും പുട്ടുപൊടിയും അപ്പപ്പൊടിയും ഉണ്ടാക്കി തിന്നേച്ച്, പുറത്തുനിന്ന് മേടിക്കുന്ന ഫാസ്റ്റ് ഫുഡിൻ്റെ കറിയും മേടിച്ചുണ്ടാക്കി തിന്നേച്ച് അവർ കുറേ ഉണ്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന രീതി കാണിച്ചുകൊണ്ട് കണ്ട ചൈനീസ് ഫുഡും ഒക്കെയുണ്ട്. അതെല്ലാം നമ്മൾ ചൈനീസ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടിൽ നല്ല കടലക്കറിയും പുട്ടും ഉണ്ടാക്കുക, അരി പൊടിച്ചു വെച്ചിട്ട് അധ്വാനിക്കുക. പെണ്ണുങ്ങൾ നല്ലോണം അധ്വാനിക്കുക. പണിയെടുക്കുന്നത്, വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്നത് എൻ്റെ അധ്വാനമാണ്, ഞാൻ അധ്വാനിച്ച് മടുത്തു എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉറങ്ങിക്കൊള്ളുക. ഭക്ഷണം ഒരു കാരണവശാലും പുറത്തുനിന്ന് മേടിച്ച ആണുങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് പെണ്ണുങ്ങൾക്ക് കൊടുക്കരുത്. അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കരുത്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ രക്ഷയാണ് നമ്മുടെ ആരോഗ്യം. അത് നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിൻ്റെ സാഹചര്യമാണ് നമ്മുടെ രോഗത്തിൽ നിന്നും. സ്കിൻ രോഗം വന്ന്, ത്വക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, ചർമ്മരോഗം വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാരണവശാലും അത് നമ്മളെ മനുഷ്യർ വേറെ രീതിയിലൂടെ കണ്ണിലൂടെ കാണും. കാരണം മനസ്സിലായോ, പകർച്ചവ്യാധി, നമ്മളെ വൃത്തികെട്ട രീതിയിൽ ജനങ്ങൾ, അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവർക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും കാണുന്നില്ല. മനസ്സിലായോ? പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് തണുപ്പെല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ജോലികളെല്ലാം ചെയ്യുന്ന കഴിയുമ്പോൾ ചൂട് നല്ലോണം സൂര്യൻ ഉദിച്ച് വന്നപാടും ആ ചൂടിൻ്റെ അടുത്തുനിന്ന് പോയി ശരീരം മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം സൂര്യനിൽ നിൽക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യേണ്ടതെന്നു വെച്ചാൽ പിന്നെ ഈ അസുഖമുള്ളവർ പേരേൻ്റെ ഇല പറിക്കുക. പേരേൻ്റെ ഇല പറിച്ച് അത് പേരേൻ്റെ ഇലയും ഒരു 4-5 ഇല പറിച്ച് അതിനകത്ത് ഇച്ചിരി മഞ്ഞളും ഇട്ട് ഇച്ചിരി മൈലാഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് വേണം നിങ്ങൾ കുളിക്കാൻ. മനസ്സിലായോ? എന്നും കുളിപ്പിച്ച് അത് തണുത്ത് വേണമെങ്കിൽ തണുപ്പിച്ച് വെച്ച് അത് ആറാൻ നിന്ന് കഴിഞ്ഞാൽ അത് തണുത്ത് വരും. പക്ഷേ ഈ ത്വക്ക് രോഗമുള്ളവർ ഒരു കാരണവശാലും പച്ചവെള്ളം ഉപയോഗിക്കരുത്. അത് ഉണങ്ങുന്നവരെ. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് വേണം ചെയ്തു. പച്ചവെള്ളം നല്ലതാണ്, പച്ചവെള്ളത്തിൽ കുടിക്കുന്നതും ഒക്കെ ഉത്തമമാണ്. പക്ഷേ നമ്മുടെ ശരീരം ശുദ്ധിയായതിന് ശേഷം, ചൂടുവെള്ളത്തിൽ കഴിയതിന് ശേഷം പിന്നെ നമ്മളൊന്ന് വൈകുന്നേരം ഒന്ന് തണുപ്പിച്ച് ഉറങ്ങാൻ നേരത്ത് നമ്മൾ ചൂട് കാരണം ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പച്ചവെള്ളത്തിൽ പോയി ഒന്ന് കുളിച്ചേച്ച് കുളിക്കുക. അപ്പം നമ്മൾ ഒരു നേരം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം, രാവിലെയാണ് ഏറ്റവും നല്ലത്. പ്രഭാതത്തിൽ എണീറ്റ് ഇച്ചിരി പേരേൻ്റെ ഇല, ഒരു 8 പേരേൻ്റെ ഇല, 1 സ്പൂണ് 2-3 പച്ച മഞ്ഞൾ ചതക്കണം. ചുമ്മാ കൊണ്ടിട്ടാൽ പോരാ. കുറച്ച് മൈലാഞ്ചി അതും കൂടെ പറിച്ച് തിളപ്പിച്ചിട്ട് അതിനകത്ത് നിങ്ങൾ കുളിക്കാൻ നോക്കുമ്പോൾ കുളിച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്ത് അത് കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് വന്നു കഴിയുമ്പോൾ ചൂട് നല്ലോണം ഒരു 8:30-9 മണി നേരത്ത് ചൂടിൻ്റെ അടുത്ത് പോയി ഒന്ന് നിങ്ങൾ പരമാവധി നല്ലോണം ഒരു ഉച്ച സമയത്തൊക്കെ നല്ലോണം ആ ചൂട്, ഈ ത്വക്ക് രോഗികൾ ചൂട് അടിക്കാൻ ശ്രമിക്കുക. കാരണം പുറത്താണെങ്കിൽ പുറത്ത് ചൂട് കെട്ടുന്നതിന് മുമ്പിലൊക്കെ ഇങ്ങനെ ഇരുന്ന് നമ്മൾ തലയിലാണെങ്കിൽ തലയിൽ ചൂട് പറ്റിയെന്ന് വെച്ചാൽ ഒന്നും കുഴപ്പമില്ല, സൂര്യൻ്റെ ചൂടിലൊന്നും സംഭവിക്കില്ല. അത് കുറച്ച് നേരം ഇരുന്ന് അത് തന്നെ വൈകുന്നേരം അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ നമ്മൾ ചൂട് കൊണ്ട് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് കയറി കഴിയുമ്പോൾ ഇരിക്കുക. അപ്പം നമ്മുടെ ശരീരം ഒന്ന് വേർത്ത് കഴിയുമ്പോൾ നമ്മൾ ഇച്ചിരി ചൂടുവെള്ളം ഉണ്ടാക്കി അതൊന്ന് കഴുകി വൃത്തിയായതിന് ശേഷം പച്ചവെള്ളം ഉപയോഗിക്കാം. പച്ചവെള്ളം ഒഴിച്ച് കഴിയുമ്പം ചൂടിൻ്റെ കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞാൽ 2 കപ്പ് വെള്ളം, 1 ബക്കറ്റ് വെള്ളം നമ്മൾ തണുത്ത കോരി ഒഴിക്കുമ്പോൾ തുഷിരങ്ങളെല്ലാം, രോമക്കുത്തുകളെല്ലാം അതേ തുഷിരങ്ങൾ അടഞ്ഞു വരും. മനസ്സിലായോ? ചൂട് ചെല്ലുമ്പോൾ തുഷിരങ്ങളെല്ലാം തുറന്നു വരും. മനസ്സിലായി? അന്നേരം അതിൻ്റെ ഉള്ളിലാണ് അണുബാധ പോകും. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 4 മണിക്ക് മുമ്പായിട്ട്, സൂര്യൻ അസ്തമനത്തിന് മുമ്പായിട്ട് നല്ലൊരു ചൂട് വരും. ഒരു 3:30-4 മണീൻ്റെ 4 മണീൻ്റെ ഇടയ്ക്ക് വീണ്ടും നിങ്ങൾ പരമാവധി സൂര്യൻ്റെ ചൂടേക്കാൻ ശ്രമിക്കുക. ചൂടേക്കുമ്പോൾ വീണ്ടും നിങ്ങളിത് തന്നെ ആവർത്തിക്കുക. പക്ഷേ രാവിലെ കഴിക്കുമ്പോൾ എന്ന് വെച്ചാൽ രാവിലെ ആഹാരം കഴിക്കുമ്പോൾ
നമുക്ക് മഞ്ഞൾ കൂട്ടിയുള്ള ആഹാരം ഏറ്റവും കൂടുതൽ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എല്ലാത്തിനകത്തും മഞ്ഞൾ കലർത്തണം. അതുപോലെ മഞ്ഞളിൻ്റെ അംശം കൂടുതൽ വരണം. നിങ്ങൾക്ക് സ്കിന്നിൻ്റെ രോഗികൾ ചെയ്യുന്നവരാണ്. അതിൻ്റെ പിന്നെ വേറെ മരുന്നുകളുണ്ട്, അത് വേറെ. പക്ഷേ ഇത്രയും കാര്യങ്ങൾ പിന്നെ വെച്ചാൽ നിങ്ങൾക്ക് ഈ രോഗമുള്ള നമ്മൾ ചൊറിച്ചിൽ വന്ന് അത് തന്നെ ഷഡ്ഡിയും പവാടയൊക്കെ ഇടുന്ന സമയത്തും ഷഡ്ഡിയൊക്കെ ഇട്ടിട്ട് പിന്നെ കക്ഷത്തിൻ്റെ അവിടെ പിന്നെ ഒടിവിൻ്റെ അവിടെയൊക്കെ നമ്മൾ ചൊറിച്ചിൽ വരുന്നതുണ്ടെങ്കിൽ ഈ വെള്ളത്തിൽ ഇച്ചിരി മഞ്ഞളിട്ട് പിന്നെ മൈലാഞ്ചി ഇട്ട് തിളപ്പിച്ച് ആ ചൂടുവെള്ളത്തിൽ, ചൂടല്ല ഒരുമാതിരി വെള്ളം ചൂട് വേണം. ചിലവരുണ്ട് തൊട്ട് ഒരു സ്വഭാവമുണ്ട്, അവർക്കറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല. പക്ഷേ ആ നമ്മുടെ കൈ കുത്തിയിട്ട് സ്ത്രീകൾക്കറിയാം പ്രസവിച്ച് കിടക്കുമ്പോൾ നമ്മളെങ്ങനെ ചൂടുവെള്ളം അതിനകത്ത് വെച്ച് കുറച്ചും കൂടെ കുറയ്ക്കാം. എന്നിട്ട് ആ ചൂടുവെള്ളം നല്ലോണം പൊള്ളാത്ത വിധത്തിൽ നമ്മൾ തൊലി പോകുന്നതല്ല വെച്ചിട്ട് കഴുകിയെടുക്കുക. അന്നേരം 3-4 തവണയാകുമ്പോൾ അതങ്ങ് പോകും. അന്നേരം സോപ്പിന് പകരം പിന്നെ സോപ്പ് ഉപയോഗിക്കാതിരിക്കുക. ഇങ്ങനെ രോഗമാകുന്നവരാരും സോപ്പ് ഉപയോഗിക്കരുത്. സോപ്പിന് പകരം നിങ്ങൾ വാകപ്പൊടി ഉപയോഗിക്കുക, അല്ല പയറുപൊടി ഉപയോഗിക്കുക. പയറുപൊടി ഉപയോഗിച്ച് നന്നായി മേല് കഴുകാൻ ശ്രമിക്കുക. അന്നേരം ഈ അണുബാധ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി മാറിപ്പോകുന്നതാണ്. പിന്നെ വെച്ചാൽ അന്നേരം അത് സോറിയസിസ് ആയിട്ടല്ല ഞാൻ പറയുന്ന, പൊതുവായിട്ട് നിങ്ങൾ സ്കിന്നിൽ വരുന്ന എല്ലാ രോഗികളും അതിലെന്തൊക്കെയുണ്ടോ ഉള്ളവരാണോ ഇതുപോലെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് സോറിയസിസ് എന്ന് പറയുന്നത് നിങ്ങളിൽ അത് കണ്ടമാനം നിങ്ങളെ ഒരു മാനസിക പീഡനം ഏൽക്കുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്കത് സോറിയസിസ്. അതല്ല, ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ശരീരത്തുള്ള ബുദ്ധിമുട്ടുകളെല്ലാം മാറും. അന്നേരം നിങ്ങളൊരു കാര്യം ചെയ്യാം, ചെമ്മീനും ഉണക്കിയ അയിലയും പച്ച അയിലയും കൂട്ടാൻ പാടില്ല. അതുപോലെ തോടുള്ള വെച്ചാൽ ഇത് കൂട്ട് ഞവണിങ്ങ, പിന്നെ ഈ കടലിലുള്ള ഞണ്ട്, അങ്ങനെയുള്ള സാധനമൊന്നും കൂട്ടരുത്. ഞണ്ടിനെയൊന്നും കൂട്ടാൻ പാടില്ല. കടുക്ക ഇറച്ചി എന്ന് പറയുന്നില്ലേ, അതൊന്നും കഴിക്കാൻ പാടില്ല. പിന്നെ ഈ തോടുള്ള ഇറച്ചികളെല്ലാം ഉപേക്ഷിക്കുക. ആമയിറച്ചി ഇങ്ങനെയുള്ളതൊന്നും കൂട്ടാതിരിക്കുക. പന്നി ഇറച്ചി കൂട്ടാതിരിക്കുക. ബാക്കിയെല്ലാം നിങ്ങൾ കൂട്ടിക്കോ, ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം കഴിച്ചോളുക. പിന്നെ ഉണക്ക ചെമ്മീൻ കൂട്ടരുത്. അതെല്ലാം മാറ്റി വെക്കുക. മാറ്റി വെച്ച് അത് തന്നെ പപ്പടം ഉപേക്ഷിക്കുക. അങ്ങനെയുള്ള സാധനം, അത് ഫാന്, AC ഇതൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക. പിന്നെ സോറിയസിൻ്റെ മരുന്നുകൾ ഇപ്പോൾ ആദ്യം ഇതുപോലെ ചെയ്യുക. അതിന് ശേഷം നിങ്ങൾക്ക് ഈ പിന്നെ ശരീരത്തുള്ള ത്വക്കിലുണ്ടാകുന്ന വ്രണങ്ങളെ ഇങ്ങനെ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്നവർ മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുകയും എന്നെ സമീപിക്കും. പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യുക, നമ്മൾ ത്വക്ക് രോഗം ഡോക്ടറെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് പേടി തോന്നിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അന്നേരം അവർ പറയും ഇത് സോറിയസിസ് ആണെന്ന് പറയും. അന്നേരം തന്നെ നിങ്ങൾ മരിച്ചു. ഒരിക്കലും നിങ്ങൾ അവരെ വാക്ക് കേട്ട് മരിക്കാൻ നിൽക്കരുത് കേട്ടോ. മനസ്സുകൊണ്ട് ഒരിക്കലും മരിക്കരുത്. ഇതെൻ്റെ രോഗമല്ല, ഇത് മാറുമെന്നുള്ള വിശ്വാസം കൊടുക്കുക. രണ്ടാമത് നിങ്ങൾ വന്നിട്ട് എന്നു വെച്ചാൽ അന്നദാനം വസ്ത്രദാനം ചെയ്യുക. കാരണം അത് നമുക്ക് ഒരു നിങ്ങളുടെ അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞ് തള്ളുന്നവരോട് ഞാൻ പറയാം, അത് അന്ധവിശ്വാസമല്ല. നിങ്ങൾ അന്നദാനം വസ്ത്രദാനം ചെയ്യുമ്പോൾ പിന്നെ നിങ്ങൾ പകുതി രോഗത്തിൽ നിന്ന് മുക്തിയായി എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ മരുന്നുകൾ നിങ്ങൾക്ക് നൽകപ്പെടുന്നത് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മരുന്നാണ്. കുറച്ച് തൈലങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്കത് തൈലങ്ങൾ ഉണ്ടാക്കാൻ അറിയില്ല, അത് ഞാൻ ഇരുന്ന് പ്രാർത്ഥനയോടെ ഉണ്ടാക്കുന്ന തൈലങ്ങളാണിത് കൊടുക്കാവുള്ളൂ, തേക്കാവുള്ളൂ. അതുകൊണ്ട് തൈലങ്ങളും അത് കുറച്ച് പൊടിയുണ്ട്, ഒരു 21 ദിവസം കഴിക്കേണ്ട പൊടിയും തലയിലും ശരീരത്തും തേക്കുന്ന മരുന്നുണ്ട്. ആ 21 ചിലപ്പോൾ 41 എന്ന് ദിവസങ്ങളായിരിക്കും. ചിലർക്ക് ചെറിയ രീതിയിലുള്ളവരാണെങ്കിൽ 11 ദിവസം. ഇങ്ങനെയുള്ള മരുന്ന് കൊടുത്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന മരുന്നുകൾ നിങ്ങൾ സ്വന്തം ഉപയോഗിച്ചാൽ മതി. അതിപ്പോൾ വീഡിയോയിലൂടെ ഞാൻ കൊടുക്കാൻ പറ്റത്തില്ല. ഇതാണ് നിങ്ങളിപ്പം
സോറിയസിസ് വന്നാലും അതിൻ്റെ സംരക്ഷണയും അതിൽ നിന്നും മോചിക്കപ്പെടാനും ഉള്ള മാർഗമാണ് ഇതിപ്പം ഞാൻ പറഞ്ഞു തരുന്നത്. ചെയ്തോളുക, രക്ഷപ്പെടും. നിങ്ങൾ കാലാകാലങ്ങളിൽ അടിമയല്ല. സോറിയസിസ് എന്ന് പറയുന്നത് പൂർണ്ണൊരു രോഗമല്ല. മാത്രമല്ല താരൻ എന്ന് പറയുന്നത് അത് സോറിയസിസ് അല്ല, 4 ഇനം താരനാണ്, അണുബാധയാണത്. നമ്മുടെ ശരീരത്തേക്കുന്ന അണുക്കളാണ്. വളരുന്നതനുസരിച്ച് അത് ചൊറിച്ചിലുണ്ടാകും, മുടിപൊഴിച്ചിലുണ്ടാകും. എന്നുവെച്ചാൽ സ്കിന്നിൻ്റെ ഉള്ളിൽ കോശത്തെ വലിച്ചെടുക്കുന്ന നീര്, നമ്മുടെ തലേൻ്റെ നീര് വലിച്ചിത് കുടിച്ചു കഴിയുമ്പോഴാണ് മുടി പൊഴിഞ്ഞു പോകുന്നത്. പൂപ്പ് പിടിക്കുന്ന തലേൻ്റെ മുടീൻ്റെ ഉള്ളിൽ പൂപ്പ് പിടിക്കുന്നതാണ്. അപ്പോൾ ആ പൂപ്പ് മാറിക്കിട്ടാനാണ് നമ്മൾ അന്നേരം തലയിൽ മരുന്ന് ഉപയോഗിച്ച് നമ്മൾ എന്നാ വെച്ചാൽ നിങ്ങളൊരു കാര്യം ചെയ്യുക. അന്നേരം നിങ്ങൾക്ക് എണ്ണ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്ന എണ്ണയാണ്, അതുകൊണ്ട് എനിക്കത് പറയത്തില്ല. അന്നേരം എണ്ണയും അതിനുള്ള മരുന്നും ഞാൻ കൊടുത്തു കഴിയുമ്പോൾ അത് എണ്ണയും തേച്ച് ആ മരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ താരൻ മാറുന്നതാണ്. ഇല്ലെങ്കിൽ അതിനുള്ള മാർഗവും കൂടെ ഞാൻ പറഞ്ഞു കൊടുക്കും. മനസ്സിലായിട്ടോ? ഇപ്പം ഞാൻ സോറിയസിന് കുളിക്കാനുള്ള നിങ്ങളുടെ സോറിയസിസ് എന്ന് പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ രോഗത്തിനും പിന്നെ ത്വക്ക് രോഗത്തിനുമുള്ള സാധനം ഇപ്പം ഞാൻ മരുന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ള നിങ്ങളതുപോലെ ചെയ്യുക. ഓക്കെ. ഇനി അടുത്തത് സംശയമുള്ളവർ എന്നുവെച്ചാൽ നിങ്ങൾക്ക് സംശയം ഇതിനകത്ത് വിശ്വാസമില്ലാത്തവരും എൻ്റെ വാക്കുകൾക്ക് ആലോചന ചെയ്യുന്നവരും പിന്മാറി പോകുക. നിങ്ങൾക്ക് കേൾക്കണ്ട, നിങ്ങൾ അതിന് മറുപടി പറയണ്ട, മറുപടി കേൾക്കാനും നിൽക്കണ്ട, അത് ചെയ്യാനും നിൽക്കണ്ട. ഇത് ആചാരങ്ങളും ചിട്ടകളും രോഗമുക്തിക്കുള്ള മാർഗങ്ങളുമാണ് ഞാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അത് രോഗികൾക്ക് ആവശ്യമുള്ളവർക്ക് വേണ്ടി മാത്രം. അല്ലാത്തവർക്ക് അവരുടെ ഇഷ്ടത്തിന് എവിടെയാണോ പോകാം, അവരുടെ ചികിത്സ നേടാം, ഒരു വിഷയമില്ല. ഞാൻ ആരെയും അടിച്ചേൽപ്പിക്കുന്നതല്ല. ഇത് എൻ്റെ അറിവും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനും മാത്രം തരുന്നതാണ്. ഓക്കെ. അപ്പോൾ വീണ്ടും കാണാം നമുക്ക് അടുത്ത വീഡിയോയ്ക്ക്.